അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. നമുക്കെല്ലാവർക്കും സുരക്ഷിതത്വം അനുഭവപ്പെടുന്ന ഇടമാണ് വീട്. ദൗർഭാഗ്യകരമെന്ന് പറയട്ടെ, വീടിനകത്തു വെച്ചും ഒത്തിരി അപകടങ്ങൾ ഉണ്ടാവാറുണ്ട്. ഈ അപകടങ്ങളെക്കുറിച്ച് ബോധവാന്മാരാകുക വഴി നമുക്കവയെ തടയാനാവും. അതിനാവട്ടെ ഇന്നത്തെ മുജ്തബ. വീടുകളിൽ വെച്ചുണ്ടാവുന്ന അപകടങ്ങളിൽ 40% വീഴ്ചയിലൂടെയാണ് സംഭവിക്കുന്നത്. നിങ്ങളുടെ വീട്ടിലുള്ളവരെ വീഴ്ചയിൽ നിന്നും രക്ഷിക്കാനായി ശ്രദ്ധിക്കേണ്ട ഏതാനും ചില കാര്യങ്ങളെക്കുറിച്ച് പറയാം. വീഴ്ച അധികവും സംഭവിക്കുന്നത് സ്റ്റെപ്പുകൾ ഉള്ള ഭാഗങ്ങളിൽ വെച്ചും സ്റ്റെയർ കേസുകളിൽ വെച്ചും ആണ്. ഇത്തരം സ്ഥലങ്ങളിൽ ആവശ്യത്തിന് വെളിച്ചമുണ്ടാവാൻ ശ്രദ്ധിക്കുക. ഹാൻഡ് റെയിലുകൾ ഇളക്കമില്ലാത്തതും ഫലമുള്ളതും ആവണം. ചെറിയ കുട്ടികൾ ഉള്ള വീടുകളിൽ സ്റ്റെയർ കേസിന്റെ താഴ്ഭാഗത്തും മുകളിലും സേഫ്റ്റി ഗേറ്റുകൾ ഫിറ്റ് ചെയ്യുക. നിലത്ത് കാർപ്പറ്റ് വിരിച്ചിട്ടുണ്ടെങ്കിൽ അത് ലൂസായി കിടക്കുന്നില്ല എന്ന് ഉറപ്പുവരുത്തുക. ഇലക്ട്രിക് ഉപകരണങ്ങളുടെ വയറുകൾ, കർട്ടനുകളുടെ ചരടുകൾ മുതലായവ നിലത്ത് ഇഴഞ്ഞു കിടക്കുന്നത് തടയുക. അതുപോലെ തന്നെ വെള്ളമോ കളിപ്പാട്ടങ്ങളോ മറ്റെന്തെങ്കിലും സാധനങ്ങളോ നിലത്ത് കിടക്കുന്നത് ഒഴിവാക്കുക, പ്രത്യേകിച്ച് സ്റ്റെപ്പുകൾ ഉള്ള ഭാഗങ്ങളിൽ. ജനാലകളിൽ അഴികൾ പിടിപ്പിക്കാൻ ശ്രദ്ധിക്കുക. അഴികൾ ഇല്ല എങ്കിൽ കുട്ടികൾക്ക് തുറക്കാൻ കഴിയാത്ത വിധം ലോക്കുകൾ പിടിപ്പിക്കുക. വീഴാൻ സാധ്യത കൂടുതലുള്ള മറ്റൊരു സ്ഥലമാണ് ബാത്റൂമുകൾ. ബാത്റൂമുകളിൽ നിലത്ത് വെള്ളം കെട്ടിക്കിടക്കാൻ അനുവദിക്കരുത്. ആവശ്യത്തിന് വെളിച്ചമുണ്ടായിരിക്കുകയും നോൺ സ്ലിപ്പറി ഫുട്വെയർ ഉപയോഗിക്കുകയും ചെയ്യുക. പ്രായമുള്ള ആളുകളുണ്ടെങ്കിൽ ടബിനടുത്തും ക്ലോസറ്റിനടുത്തുമൊക്കെ ഹാൻഡ് റെയിലുകൾ ഫിറ്റ് ചെയ്യാവുന്നതാണ്. ഉയരത്തിൽ നിന്നും സാധനങ്ങൾ എടുക്കാനായി കയറി നിൽക്കാൻ സാധാ സ്റ്റൂളുകൾക്ക് പകരം സ്റ്റെപ്പുകൾ ഉള്ള സ്റ്റൂളുകൾ ഉപയോഗിക്കാൻ ശ്രദ്ധിക്കുക. ഗോവണി ഉപയോഗിക്കുമ്പോൾ അതിൻ്റെ അടിഭാഗം വഴുതാൻ സാധ്യതയില്ല എന്ന് ഉറപ്പുവരുത്തുക. ചെറിയ കുട്ടികൾ ഉള്ള വീടുകളിൽ അലമാരകൾ ലോക്ക് ചെയ്തു വെക്കുക. വീടുകളിൽ ക്ലീൻ ചെയ്യാൻ ഉപയോഗിക്കുന്ന വസ്തുക്കൾ, ബ്യൂട്ടി പ്രൊഡക്റ്റ്, ക്രീമുകൾ എന്നിവ കുട്ടികൾ എടുത്തു കുടിച്ച് അപകടങ്ങൾ ഉണ്ടാവാറുണ്ട്. ഇത് തടയാൻ നമുക്കെന്ത് ചെയ്യാൻ കഴിയും എന്ന് നോക്കാം. സിങ്കിന് അടിയിലായുള്ള കബോർഡുകളിലാണ് സാധാരണ നാം ഇത്തരം കെമിക്കലുകൾ വെക്കാറ്. കുട്ടികൾ ഉള്ള വീടുകളിൽ അത് ഉയരത്തിലുള്ള സ്ഥലങ്ങളിൽ വെക്കുകയോ അതല്ലെങ്കിൽ കബോർഡുകൾക്ക് ലോക്ക് പിടിപ്പിക്കുകയോ ചെയ്യുക. ഇത്തരം കെമിക്കലുകൾ മറ്റ് വീട്ടു സാധനങ്ങളുടെ കൂടെ മിക്സ് ചെയ്ത് വെക്കാതെ സെപ്പറേറ്റ് കബോർഡിൽ തന്നെ വെക്കുക. പലരും ചെയ്യാറുള്ള ഒരു അബദ്ധമാണ് കെമിക്കലുകൾ നേർപ്പിച്ച ശേഷം വെള്ളത്തിൻ്റെയോ ജ്യൂസിൻ്റെയോ ഒക്കെ കുപ്പികളിൽ ഒഴിച്ചു വെക്കുക എന്നത്. ഇത് കുട്ടികളിൽ തെറ്റിദ്ധാരണ ഉണ്ടാക്കുകയും അവരത് കുടിക്കാനിടവരികയും ചെയ്യുന്നു. കുട്ടികളിൽ മാത്രമല്ല, മുതിർന്നവരിലും ഇതിനുള്ള സാധ്യത തള്ളിക്കളയാവുന്നതല്ല. അതുകൊണ്ടുതന്നെ കെമിക്കലുകൾ എപ്പോഴും അതിൻ്റെ കുപ്പികളിൽ മാത്രം വെക്കുക, അതല്ലെങ്കിൽ ശരിയായി ലേബൽ ചെയ്യുക. മരുന്നുകളാണ് മറ്റൊരു അപകടകാരികൾ. മരുന്നുകൾ എപ്പോഴും സെപ്പറേറ്റ് ബോക്സുകളിൽ ലോക്ക് ചെയ്ത് വെക്കുക. മരുന്നുകൾ അതിൻ്റെ കണ്ടെയ്നറുകളിൽ തന്നെ സൂക്ഷിക്കുക. എക്സ്പയറി ഡേറ്റ് എപ്പോഴും ശ്രദ്ധിക്കുക. കുട്ടികൾ മരുന്ന് എടുത്തു കഴിച്ച് അപകടം വരുന്ന സന്ദർഭങ്ങളിൽ ഒന്നാണ് നാം കഴിക്കാനായി മരുന്ന് എടുക്കുമ്പോൾ ഒരു ഫോൺ കോളോ കോളിംഗ് ബെല്ലോ വന്നാൽ നാം മരുന്ന് ടേബിളിൽ വെച്ചിട്ട് പോകുന്നു എന്നത്. മറ്റൊന്ന്, വീട്ടിൽ അതിഥികൾ വരുമ്പോൾ അവരുടെ ബാഗിലോ പേഴ്സിലോ ഉള്ള മരുന്നുകൾ കുട്ടികൾക്ക് സുഖമായി എടുക്കാൻ കഴിയുന്നു എന്നുള്ളതാണ്. ഇത്തരം സന്ദർഭങ്ങളിൽ അശ്രദ്ധരാവാതിരിക്കുക. പൊള്ളലിൽ നിന്നും തീപിടുത്തത്തിൽ നിന്നും സുരക്ഷിതരാവാൻ നാം സ്വീകരിക്കേണ്ട മുൻകരുതലുകൾ എന്തെല്ലാമാണെന്ന് നോക്കാം. അടുക്കളയിൽ കുട്ടികളെ കളിക്കാൻ അനുവദിക്കാതിരിക്കുക. ഭക്ഷണം പാകം ചെയ്യുമ്പോൾ, പ്രത്യേകിച്ചും ഫ്രൈ ചെയ്യുന്ന സമയങ്ങളിൽ കിച്ചണിൽ നിന്നും പോവരുത്. പാനിൻ്റെയും മറ്റും പിടികൾ എപ്പോഴും ചുമരിൻ്റെ ഭാഗത്തേക്കോ അതല്ലെങ്കിൽ നാം നടക്കാനിടയില്ലാത്ത ഭാഗത്തേക്കോ തിരിച്ചു വയ്ക്കുക. നിങ്ങളുടെ സ്റ്റൗവിന് ഒന്നിലേറെ ബർണറുകൾ ഉണ്ടെങ്കിൽ ഹാൻഡിലുകൾ ഉപയോഗിച്ചു കൊണ്ടിരിക്കുന്ന ബർണറിൻ്റെ ഭാഗത്തേക്ക് തിരിച്ചു വയ്ക്കരുത്. സ്റ്റൗവിന് മുകളിലായി തുണിയോ മറ്റോ ആറിയിടാൻ വെക്കരുത്. ചൂടുള്ള ഭക്ഷണ പദാർത്ഥങ്ങൾ ടേബിളിലോ കൗണ്ടർ ടോപ്പിലോ വെക്കുമ്പോൾ ഹാൻഡിലുകൾ നാം നടക്കുന്ന ഭാഗത്തേക്ക് തിരിച്ചു വയ്ക്കാതിരിക്കാനും കുട്ടികൾക്ക് കൈ എത്താത്തിടത്തേക്ക് നീക്കി വയ്ക്കാനും ശ്രദ്ധിക്കുക. തീപ്പെട്ടികൾ, ലൈറ്റേഴ്സ് എന്നിവ കുട്ടികളിൽ നിന്നും സുരക്ഷിതമാക്കി വയ്ക്കുക. അതുപോലെ മെഴുകുതിരി, പോർട്ടബിൾ ഹീറ്റേഴ്സ് മുതലായവ കർട്ടനുകൾക്കടുത്തോ തുണികൾക്കടുത്തോ വെച്ച് ഉപയോഗിക്കാതിരിക്കുക. കുട്ടികളെ എടുത്തുകൊണ്ടോ മടിയിൽ ഇരുത്തിക്കൊണ്ടോ ഭക്ഷണം പാകം ചെയ്യുകയോ ചൂടുള്ള ഭക്ഷണ പദാർത്ഥങ്ങൾ കഴിക്കുകയോ ചെയ്യരുത്.
നിങ്ങളുടെ വാട്ടർ ഹീറ്റർ കുറഞ്ഞ ടെമ്പറേച്ചറിൽ സെറ്റ് ചെയ്തു വെക്കുക. അയൺ ബോക്സ് പോലുള്ള ചൂടുള്ള ഉപകരണങ്ങൾ ഉപയോഗശേഷം അൺപ്ലഗ് ചെയ്യുകയും ചുമരിലേക്ക് അഭിമുഖമായി വെക്കുകയും വയറുകളും മറ്റും കുട്ടികൾ വലിക്കാൻ സാധ്യതയില്ലാത്ത വിധം മാറ്റി വെക്കുകയും ചെയ്യുക. എല്ലാ റൂമുകളിലും സ്മോക്ക് ഡിറ്റക്ടേഴ്സ് പിടിപ്പിക്കുകയും അതിൻ്റെ ബാറ്ററി റെഗുലറായി ചെക്ക് ചെയ്യുകയും ചെയ്യുക. മിക്ക അടുക്കളകളിലും ഫയർ എക്സ്റ്റിംഗ്വിഷറും ഫയർ ബ്ലാങ്കറ്റും ഉണ്ടാവും. അത് എങ്ങനെയാണ് ഉപയോഗിക്കേണ്ടത് എന്ന് പഠിക്കുകയും ആവശ്യ സമയത്ത് ഉപയോഗിക്കുകയും ചെയ്യുക. നിങ്ങളുടെ ബിൽഡിങ്ങിൻ്റെ ഫയർ എക്സിറ്റ് ഏതെന്ന് മനസ്സിലാക്കുക. ഇലക്ട്രിസിറ്റി മൂലമുണ്ടാകുന്ന തീപിടുത്തവും ഇലക്ട്രിക് ഷോക്കും വീടുകളിൽ ഉണ്ടാവാറുണ്ട്. ഇവ ഒഴിവാക്കാനായി നമുക്ക് ഇനി പറയുന്ന കാര്യങ്ങൾ ശ്രദ്ധിക്കാം. ഇലക്ട്രിക് ഉപകരണങ്ങൾ ഉപയോഗശേഷം അൺപ്ലഗ് ചെയ്യുക. ചെറിയ കേടുപാടുകൾ ഉള്ള ഉപകരണങ്ങൾ ഉപയോഗിക്കാതിരിക്കുക. ഇലക്ട്രിക് ഉപകരണങ്ങളുടെ വയറുകളിൽ പൊട്ടലോ മറ്റോ ഉണ്ടോ എന്ന് നോക്കുകയും ഉണ്ടെങ്കിൽ അവ മാറ്റുകയും ചെയ്യുക. ഉപകരണങ്ങൾക്ക് 3-പിൻ പ്ലഗ് ഉപയോഗിക്കുക. ഒരേ സോക്കറ്റിൽ അനേകം കണക്ഷൻസ് കൊടുക്കുന്നത് ഒഴിവാക്കുക. എക്സ്റ്റൻഷൻ കോഡ് ഉപയോഗിക്കുമ്പോഴും അതിൽ കുറേ ഉപകരണങ്ങൾ കണക്ട് ചെയ്യുന്നത് ഒഴിവാക്കുക. നനഞ്ഞ കൈകൾ കൊണ്ട് ഇലക്ട്രിക് ഉപകരണങ്ങൾ പ്രവർത്തിപ്പിക്കരുത്. കെറ്റിലുകളിൽ വെള്ളമൊഴിക്കുമ്പോൾ പ്ലഗ് ഓഫ് ചെയ്തതിനു ശേഷം മാത്രം ഒഴിക്കുക. അതുപോലെ കുട്ടികളുടെ കയ്യെത്തുന്ന ഇടങ്ങളിലുള്ള സോക്കറ്റുകൾ പ്ലാസ്റ്റിക്കിൻ്റെയോ ഫൈബറിൻ്റെയോ അടപ്പുകൾ ഉപയോഗിച്ച് അടച്ചുവെക്കുക. ഇലക്ട്രിക് ഉപകരണങ്ങൾക്ക് അടുത്തായി വെള്ളമുണ്ടാവുന്നത് എപ്പോഴും ശ്രദ്ധിക്കുക. ഭക്ഷണമോ മറ്റു സാധനങ്ങളോ തൊണ്ടയിൽ കുടുങ്ങുന്നതാണ് വീടുകളിൽ വെച്ചുണ്ടാവുന്ന മറ്റൊരു അപകടം. ഇതിനെതിരെ നിങ്ങൾ സ്വീകരിക്കേണ്ട മുൻകരുതലുകൾ ഇനി പറയാം. കുട്ടികൾ ഭക്ഷണം കഴിക്കുമ്പോൾ ഇരുന്ന് സാവകാശം കഴിപ്പിക്കുക. നട്ട്സ്, ക്യാരറ്റ് മുതലായ ഉറപ്പുള്ള ഭക്ഷണ പദാർത്ഥങ്ങൾ കഴിക്കാൻ കൊടുക്കുമ്പോൾ ചെറിയ കഷ്ണങ്ങളാക്കി കൊടുക്കുക. മുതിർന്നവർ കൂടെ ഉണ്ടാവുകയും ചെയ്യുക. കുട്ടികൾക്ക് അവരുടെ പ്രായത്തിന് അനുയോജ്യമായ കളിപ്പാട്ടങ്ങൾ കൊടുക്കുക. വിഴുങ്ങാൻ സാധ്യതയുള്ള ചെറിയ കളിപ്പാട്ടങ്ങൾ കൊടുക്കാതിരിക്കുകയും കളിപ്പാട്ടങ്ങൾക്ക് ചെറിയ ഭാഗങ്ങൾ ഉണ്ടെങ്കിൽ അവ ഇളകുന്നുണ്ടോ എന്ന് പരിശോധിക്കുകയും ചെയ്യുക. ബാറ്ററിയുള്ള വസ്തുക്കൾ കൊടുക്കുമ്പോൾ അവ കുട്ടികൾ ഊരിമാറ്റാൻ സാധ്യതയില്ല എന്ന് ഉറപ്പുവരുത്തുക. ബട്ടൺ ബാറ്ററി ഉള്ളവ പ്രത്യേകം ശ്രദ്ധിക്കുക. അതുപോലെ കോയിനുകൾ, മുത്തുകൾ, ബട്ടണുകൾ മുതലായവ ചെറിയ കുട്ടികളുള്ള വീടുകളിൽ അലക്ഷ്യമായി ഇടരുത്. ബലൂണുകൾ പൊട്ടിയാൽ അത് വേസ്റ്റ് ബിന്നിൽ നിക്ഷേപിക്കാൻ മറക്കരുത്. സഫൊക്കേഷൻ അഥവാ ശ്വാസതടസ്സം മൂലം വീടുകളിൽ വെച്ച് കുട്ടികൾക്ക് അപകടങ്ങൾ ഉണ്ടാവാറുണ്ട്. അതിനുള്ള കാരണങ്ങളിൽ ഒന്നാണ് കളിക്കിടയിൽ വള്ളികൾ കഴുത്തിൽ മുറുകുന്നത്. അതിനുള്ള സാധ്യത ഒഴിവാക്കാൻ ഇനി പറയുന്ന കാര്യങ്ങൾ ശ്രദ്ധിക്കാം. വീട്ടിലെ കർട്ടനുകളിൽ ചരടുകൾ ഉള്ള ടൈപ്പ് ആണെങ്കിൽ അവ കുട്ടികൾക്ക് എത്താത്തത്ര ഉയരത്തിലായി കെട്ടിവെക്കുക. ഉപയോഗശൂന്യമായ ഫോൺ വള്ളികൾ, മറ്റു വയറുകൾ എന്നിവ അലക്ഷ്യമായി കിടക്കാനോ കുട്ടികൾക്ക് കളിക്കാൻ കൊടുക്കാനോ പാടുള്ളതല്ല. അതുപോലെ നാം ഉപയോഗിക്കുന്ന മാലകൾ, മറ്റു ജ്വല്ലറികൾ മുതലായവ കുട്ടികൾക്ക് എത്താത്തിടത്ത് വെക്കുക. ചെറിയ കുട്ടികളെ കിടത്താൻ നാം ഉപയോഗിക്കുന്ന തൊട്ടിലുകൾ ആവശ്യം കഴിഞ്ഞാൽ ഉയരത്തിൽ സുരക്ഷിതമായി വെക്കുക. ഫോൾഡിംഗ് ടൈപ്പ് സോഫകളും ബെഡുകളും നിങ്ങൾക്ക് പരിചയമുണ്ടാവും. ചെറിയ കുട്ടികളുള്ള വീടുകളിൽ ഇവ ഉപയോഗിക്കാതിരിക്കുക. അഥവാ ഇനി നിങ്ങളുടെ വീടുകളിൽ ഇവ ഉണ്ടെങ്കിൽ കുട്ടികൾ അവയിൽ കളിക്കുന്നത് നിങ്ങളുടെ ശ്രദ്ധയോടെ മാത്രം ആവണം. കളിക്കിടയിൽ അവ മടങ്ങുകയും കുട്ടികൾ അതിൽ കുടുങ്ങുകയും ചെയ്യുന്ന അപകടങ്ങൾ അങ്ങനെ നിങ്ങൾക്ക് ഒഴിവാക്കാനാവും. വേസ്റ്റ് ഇടാനായി നാം ഉപയോഗിക്കുന്ന ട്രാഷ് ബാഗുകൾ, മറ്റു പ്ലാസ്റ്റിക് കവറുകൾ എന്നിവ കുട്ടികൾക്ക് എത്താത്തിടങ്ങളിൽ സുരക്ഷിതമായി സൂക്ഷിക്കുക. വീടുകളിൽ പ്രത്യേകിച്ച് ചെറിയ കുട്ടികൾ ഉണ്ടെങ്കിൽ നാം ശ്രദ്ധിക്കേണ്ട മറ്റൊന്നാണ് വെള്ളത്തിൽ മുങ്ങാനുള്ള സാധ്യത ഒഴിവാക്കുക എന്നത്. നിങ്ങളുടെ വീടുകളിൽ സ്വിമ്മിംഗ് പൂൾ ഉണ്ടെങ്കിൽ അതിനു ചുറ്റും വേലികൾ വെക്കുകയും ഗേറ്റ് എപ്പോഴും അടച്ചിടുകയും ചെയ്യുക. ബാത്ത് ടബിൽ കുട്ടികൾ കുളിക്കുന്നത് മുതിർന്നവരുടെ ശ്രദ്ധയിലായിരിക്കണം. ടബുകളിലെ വെള്ളം കുളി കഴിഞ്ഞ ശേഷം നിർബന്ധമായും ഒഴുക്കിക്കളയുക. ബാത്റൂമിൽ ബക്കറ്റിൽ വെള്ളം നിറച്ചു വെക്കരുത്. അഥവാ അത് നിങ്ങൾക്ക് അത്യാവശ്യമെങ്കിൽ ബാത്റൂമിൻ്റെ വാതിലുകൾ ലോക്ക് ചെയ്ത് സുരക്ഷിതമാക്കുക. ടോയ്ലറ്റിൽ ക്ലോസറ്റിൻ്റെ അടപ്പുകൾ അടച്ചുവെക്കുക. ചെറിയ കുട്ടികൾക്ക് തുറക്കാൻ കഴിയാത്ത വിധം ചെറിയ ഒരു ലോക്ക് വെക്കാനുള്ള സംവിധാനവും മാർക്കറ്റുകളിൽ ലഭ്യമാണ്. കഴിയുമെങ്കിൽ അവ ഉപയോഗപ്പെടുത്താം. നിലം തുടക്കുവാനും മറ്റും നാം ഉപയോഗിക്കുന്ന വെള്ളം ആവശ്യശേഷം ഒഴിച്ചു കളയുക. കുട്ടികൾ ബാത്റൂമിലായിരിക്കുമ്പോഴോ നിലം തുടക്കുന്ന സമയത്തോ നിങ്ങൾക്ക് ഫോൺ കോളുകൾ വന്നാൽ കുട്ടികൾ നിങ്ങളുടെ ശ്രദ്ധയിൽ തന്നെ ആയിരിക്കട്ടെ. സാധാരണയായി വീടുകളിൽ ഉണ്ടാവുന്ന അപകടമാണ് മുറിവുകൾ.
പലപ്പോഴും നമ്മുടെ സൂക്ഷ്മതയില്ലായ്മയാണ് മുറിവുകൾക്ക് കാരണമാവുന്നത്. ഉപയോഗിച്ച ശേഷം കത്തികൾ അപ്പോൾ തന്നെ കഴുകി വെക്കുക. സിങ്കിൽ ഇട്ട് വെക്കരുത്. കിച്ചണിലും മറ്റും ഉപയോഗിക്കുന്ന മൂർച്ചയുള്ള ഉപകരണങ്ങൾ കുട്ടികൾക്ക് എത്താത്തിടത്ത് അതിനു മാത്രമായ സ്ഥലങ്ങളിൽ മൂർച്ചയുള്ള ഭാഗം സുരക്ഷിതമായിരിക്കുന്ന രീതിയിൽ സൂക്ഷിക്കുക. മറ്റു ഉപകരണങ്ങളുടെ കൂടെ മൂർച്ചയുള്ള വസ്തുക്കൾ മിക്സ് ചെയ്ത് വെക്കരുത്. ഫർണിച്ചറുകളുടെയും മറ്റും മൂർച്ചയുള്ള അറ്റങ്ങൾ പ്ലാസ്റ്റിക്കിന്റെയോ ഫൈബറിന്റെയോ വസ്തുക്കൾ കൊണ്ട് കവർ ചെയ്ത് സുരക്ഷിതമാക്കുക. ബാത്റൂമുകളിൽ ഉപയോഗിക്കുന്ന ഷാർപ്പ് ഉള്ള വസ്തുക്കൾ ആവശ്യശേഷം വേസ്റ്റ് ബിന്നുകളിൽ നിക്ഷേപിക്കുക. ഇപ്പറഞ്ഞ കാര്യങ്ങളിലെല്ലാം ശ്രദ്ധ ചെലുത്തി നമുക്ക് അപകടങ്ങളിൽ നിന്നും രക്ഷ നേടാം. അങ്ങനെ സുരക്ഷിതത്വത്തോടെയും സമാധാനത്തോടെയും ജീവിതം നയിക്കാൻ നാഥൻ നമ്മയേവരെയും തുണക്കട്ടെ.